ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡിസ്കൗണ്ട് വ്യാപാരം എന്ന പേരിൽ വ്യാജ മരുന്നുകൾ വിപണിയിൽ സുലഭമാവുകയാണെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ. സംസ്ഥാനത്തിന്റെ ആരോഗ്യ പുരോഗതിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന ഇത്തരം ഡിസ്കൗണ്ട് മരുന്നുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഈ ഇൻസുലിൻ പോലത്തെ മരുന്നുകൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ആകെ 16% ലാഭവിഹിതമാണ് റീറ്റെയിലേഴ്സിന്. എന്നാൽ അതിലും കൂടുതൽ ഓഫർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ചില ഡിസ്കൗണ്ട് ഷോപ്പുകൾ വിൽപ്പന നടത്തുന്നത്. കാരണം ഈ മരുന്നുകളൊക്കെ പുറമേ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കാലിക്കറ്റ് ഒരു സ്റ്റോക്കിസ്റ്റാണ്. അപ്പോൾ ശനിയാഴ്ച ഓർഡർ ചെയ്താൽ അവർ അയക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോൾഡ് ചെയിൻ പ്രോഡക്റ്റാണ്. ഞായറാഴ്ച സ്ഥാപനം അവധിയായതിനെ കൊണ്ട് 24 മണിക്കൂറായി പോകും കഴിയും. അതിന്റെ പേരിൽ അവർ ശനിയാഴ്ച ഒന്നും അയക്കില്ല. ഇത്തരം സാധനങ്ങൾ 4000-5000 കിലോമീറ്റർ ദൂരത്തു നിന്നാണ്. അത് എങ്ങനെയാണ് വരുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതിന്റെ എഫിക്കസിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ആണ് ഇവിടെ ഡിസ്കൗണ്ട് ഷോപ്പുകളിൽ സാധനങ്ങൾ അത്യാവശ്യം വില കുറച്ച് കൊടുക്കുന്നതിന്റെ ഒരു കാരണം. GST നടപ്പിലായതു മുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അംഗീകാരമില്ലാത്തതും ഗുണനിലവാരമില്ലാത്തതുമായ മരുന്നുകൾ സംസ്ഥാനത്ത് വ്യാപിക്കുകയാണെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഡിസ്കൗണ്ട് വ്യാപാരം എന്ന ബോർഡ് വെച്ച് അംഗീകൃത മരുന്ന് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വരെ ഇത്തരക്കാർ വ്യാജന്മാരെ ഇറക്കുന്നു. വലിയ കമ്മീഷനാണ് ഇത്തരം വ്യാജമരുന്ന് നിർമ്മാതാക്കൾ വിതരണക്കാർക്ക് നൽകുന്നത്. ഇതിൽ ആകൃഷ്ടരായി കുറെ പേർ ഡിസ്കൗണ്ട് ബോർഡുകൾ വെച്ച് മരുന്നുകൾ വിൽക്കുകയാണ്. റീറ്റെയിൽ വ്യാപാരികൾക്ക് 16%, വിതരണക്കാർക്ക് 8%മാണ് നിലവിൽ മരുന്നുകളുടെ കമ്മീഷൻ എന്നിരിക്കെ അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ മരുന്നുകൾ വിൽക്കുന്നത് സംശയാസ്പദമാണെന്നും ഗുണനിലവാര പരിശോധനകൾ ആരോഗ്യവകുപ്പ് കർശനമാക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. AKCDA ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് ദാമോദരൻ, സെക്രട്ടറി ഷാജി റോഷൻ, T ബീരാൻകുട്ടി, KT രഞ്ജിത്ത്, സന്തോഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടിയിൽ 5 നാൾ നീണ്ട സർഗകലയുടെ ഉത്സവത്തിന് വെള്ളിയാഴ്ച